റിലീസ് ചെയ്ത് 7 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റമാണ് തുടരുന്നത്. സാധാരണയായി ഒരു വലിയ സിനിമ റിലീസ് ചെയ്താൽ ആദ്യ 3 ദിവസങ്ങൾ വലിയ കളക്ഷൻ നേടുകയും പിന്നീട് ഇടിവ് നേരിടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ദൃശ്യം 3യുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. കാരണം ഇത് ഒരു സാധാരണ സിനിമയല്ല, ഒരു വികാരമാണ്. ജോർജ് ഫുട്ടി എന്ന കഥാപാത്രത്തോട് മലയാളികൾക്കുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണുന്ന തിരക്ക് തെളിയിക്കുകയാണ്. 7ാം ദിവസവും കേരളത്തിലെ പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകൾ തുടരുകയാണ്. കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ സിനിമ ഏറ്റെടുത്തതോടെ ദൃശ്യം 3 ഇപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 7 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള നെറ്റ് കളക്ഷൻ മാത്രം 73 കോടി രൂപയ്ക്ക് മുകളിലെത്തി. ഇന്ത്യ ഗ്രോസ് കളക്ഷൻ 85 കോടി കടന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ ചിത്രം ഇതിനകം തന്നെ 170 കോടി രൂപയ്ക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. കാരണം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ ഇത്ര വലിയ രീതിയിൽ ലോകമെമ്പാടും കളക്ഷൻ നേടുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ആദ്യം തന്നെ പറയേണ്ടത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ശക്തിയെക്കുറിച്ചാണ്. 2013 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം മാറ്റിയ സിനിമയായിരുന്നു. ഒരു സാധാരണ കുടുംബ മനുഷ്യൻ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഞെട്ടിച്ചു. പിന്നീട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ത്രില്ലർ ബ്രാൻഡുകളിൽ ഒന്നായി മാറി. അതിനുശേഷം പുറത്തിറങ്ങിയ ദൃശ്യം 2 വീണ്ടും അതേ മാജിക്ക് ആവർത്തിച്ചു. ഇപ്പോൾ 3ാം ഭാഗം എത്തിയപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ വളരെ ഉയർന്നിരുന്നു. ആ പ്രതീക്ഷകൾ എല്ലാം മറികടക്കുന്ന പ്രകടനമാണ് ചിത്രം ഇപ്പോൾ നടത്തുന്നത്. റിലീസിന് മുമ്പ് തന്നെ അഡ്വാൻസ് ബുക്കിംഗിൽ 25 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് തന്നെ സിനിമയ്ക്ക് ലഭിച്ച ഹൈപ്പ് എത്ര വലുതാണെന്ന് കാണിച്ചു തരുന്ന കാര്യമായിരുന്നു. റിലീസ് ദിനത്തിൽ ലോകമെമ്പാടുമായി ഏകദേശം 43 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയതെന്നാണ് ട്രേഡ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് ഇത് അതിഗംഭീര തുടക്കമായിരുന്നു. കേരളത്തിൽ സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം ഇപ്പോൾ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള പ്രധാന നഗരങ്ങളിൽ സിനിമയ്ക്ക് ലഭിക്കുന്ന ഒക്കുപ്പൻസി നിരക്കുകൾ അതിശക്തമാണ്. ചില തിയേറ്ററുകളിൽ വൈകുന്നേരവും രാത്രി ഷോകളും 90% മുകളിലുള്ള ഒക്കുപ്പൻസിയിലാണ് ഓടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബ പ്രേക്ഷകരാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ സിനിമ കണ്ടവർ വീണ്ടും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി 2ാം തവണയും സിനിമ കാണാൻ എത്തുന്ന സാഹചര്യമാണിപ്പോൾ. അതാണ് ദൃശ്യം 3യുടെ ഏറ്റവും വലിയ വിജയം. ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വാക്ക് ഓഫ് മൗത്ത് കിട്ടിയാൽ അത് എത്ര വലിയ ബോക്സ് ഓഫീസ് യാത്ര സൃഷ്ടിക്കുമെന്ന് ദൃശ്യം 3 വീണ്ടും തെളിയിക്കുകയാണ്. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. ജോർജ് ഫുട്ടിയായി അദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ കഥാപാത്രത്തിന്റെ മാനസിക സമ്മർദ്ദവും ബുദ്ധിയും ഭയവും അതേ തീവ്രതയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട്. ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ഭയം മാത്രം കണ്ടാൽ മതിയാകും പ്രേക്ഷകർക്ക് ടെൻഷൻ അനുഭവിക്കാൻ. അതേസമയം കുടുംബത്തിനായി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു സാധാരണ മനുഷ്യന്റെ വികാരങ്ങളും അത്ര ശക്തമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോർജ് ഫുട്ടി എന്ന കഥാപാത്രം ആളുകളുടെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത്. ജീത്ത് ജോസഫിന്റെ തിരക്കഥയും സംവിധാനവും ഇപ്പോൾ വീണ്ടും പ്രശംസ നേടുകയാണ്. ദൃശ്യം സിനിമകളുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ തിരക്കഥയാണ്. ഓരോ ചെറിയ ഡയലോഗിനും പിന്നീട് വലിയ അർത്ഥമുണ്ടാകുന്ന രീതിയിലാണ് ജീത്തു കഥ ഒരുക്കുന്നത്. ഈ തവണയും അതേ മാജിക്ക് അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ സാധാരണ കുടുംബജീവിതം പോലെ തോന്നുന്ന രംഗങ്ങൾ പിന്നീട് വലിയ ട്വിസ്റ്റുകളിലേക്ക് മാറുന്ന രീതിയാണ് സിനിമയുടെ ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പലരും പറയുന്നത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ടെൻഷനും സസ്പെൻസുമാണ് ക്ലൈമാക്സിൽ ഉള്ളതെന്നാണ്. അതുകൊണ്ടുതന്നെ സിനിമയെക്കുറിച്ചുള്ള സ്പോയിലറുകൾ പുറത്തുവിടാതിരിക്കാൻ ആരാധകർ തന്നെ ശ്രദ്ധിക്കുകയാണ്. സിനിമയുടെ സാങ്കേതിക മികവും ഇപ്പോൾ വലിയ പ്രശംസ നേടുന്നുണ്ട്. പശ്ചാത്തല സംഗീതം പല രംഗങ്ങളിലും പ്രേക്ഷകരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറയും എഡിറ്റിംഗും സിനിമയുടെ ടെൻഷൻ ലെവൽ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി സീനുകളും അന്വേഷണരംഗങ്ങളും തിയേറ്ററുകളിൽ വലിയ ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടുതന്നെ സിനിമ വലിയ സ്ക്രീനിൽ തന്നെ അനുഭവിക്കണമെന്ന് ആളുകൾ പറയുകയാണ്. ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കിയാൽ ചിത്രം ഓരോ ദിവസവും പുതിയ റെക്കോർഡുകളിലേക്കാണ് നീങ്ങുന്നത്. 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ എത്തിയ ചിത്രം 5ാം ദിവസത്തിൽ 150 കോടിയും പിന്നിട്ടു. 6ാം ദിവസം കഴിഞ്ഞപ്പോൾ ആഗോള കളക്ഷൻ 170 കോടിക്ക് മുകളിലെത്തി. ഇപ്പോൾ 7ാം ദിവസവും ചിത്രം ശക്തമായ ഹോൾഡ് നിലനിർത്തുകയാണ്. സാധാരണയായി വർക്കിംഗ് ഡേയ്സിൽ സിനിമകൾക്ക് കളക്ഷൻ കുറയാറുണ്ട്. പക്ഷേ ദൃശ്യം 3യുടെ ഇടിവ് വളരെ കുറവാണെന്നാണ് ട്രേഡ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതാണ് സിനിമയുടെ ദീർഘകാല വിജയത്തിന്റെ ഏറ്റവും വലിയ സൂചന. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ കളക്ഷൻ റെക്കോർഡുകൾ വരെ ചിത്രം തകർക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. വിദേശ രാജ്യങ്ങളിലും സിനിമ അതിശക്തമായ പ്രകടനമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മലയാളി പ്രേക്ഷകർ സിനിമയെ വൻ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലും നിരവധി ഷോകൾ ഹൗസ്ഫുൾ ആവുകയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് ലോകമെമ്പാടുമുള്ള സിനിമ പ്രേമികളിൽ വലിയ ആരാധകവൃന്ദമുണ്ടെന്നത് ഇപ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്.
സിനിമയ്ക്ക് ചില ഭാഗങ്ങളിൽ മിശ്ര പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട്. ചിലർ രണ്ടാം ഭാഗത്തേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റു ചിലർ കഥയുടെ ചില ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാൽ അതൊന്നും സിനിമയുടെ ബോക്സ് ഓഫീസ് മുന്നേറ്റത്തെ ബാധിച്ചിട്ടില്ല. കാരണം കുടുംബ പ്രേക്ഷകരും സാധാരണ സിനിമ പ്രേമികളും ചിത്രം വലിയ രീതിയിൽ ഏറ്റെടുത്തുകഴിഞ്ഞു. അതാണ് ഇപ്പോൾ കളക്ഷനിൽ കാണുന്നത്. ഒടുവിൽ പറയാനുള്ളത്, ദൃശ്യം 3 ഇപ്പോൾ ഒരു സിനിമ മാത്രമല്ല, മലയാള സിനിമയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോർജ് കുട്ടി വീണ്ടും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ തന്റെ കഥയിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. മോഹൻലാലും ജീത്തു ജോസഫും ചേർന്നപ്പോൾ വീണ്ടും ഒരു ചരിത്രം പിറന്നിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ചിത്രം എത്ര വലിയ റെക്കോർഡുകൾ തകർക്കും, 200 കോടി ക്ലബിൽ എപ്പോൾ എത്തും, മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ സിനിമ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ദൃശ്യം 3 ഇതിനകം തന്നെ മലയാള സിനിമ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.